അപ്പോൾ അങ്ങനെ ഞങ്ങളിന്ന് മുത്തപ്പൻകാവ് പോവാണ്. ഞാനും വിനയല്ലാട്ട് പോകുന്നത്. ഞാനും അച്ഛനമ്മയും അച്ഛൻ്റെ ഫ്രണ്ടും വൈഫും കൂടിയാട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് മുത്തപ്പൻകാവ് പോകുന്നത്. കുറേ കാലത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ചോറൂണിന് ശേഷം ഇപ്പോഴാട്ടോ പോകുന്നത്. അങ്ങനെ ഫാസ്റ്റ് ടാഗും കാര്യങ്ങളും എക്സ്പയർ അയച്ച് അതൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ മുത്തപ്പൻകാവിൽ എത്തിയിട്ടോ. റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്രഷ് ആവണതിൻ്റെ മുന്നേ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. കാരണം മുത്തപ്പൻകാവത്തെ ആരോ മരിച്ചിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ 4:30 ആകുമ്പോഴേക്കും നിർത്തി വയ്ക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങിയിട്ടോ. അങ്ങനെ 2 സൈഡും നിറച്ച് കടയായിരുന്നു. സാധനങ്ങളൊന്നും അധികം വാങ്ങിയിട്ടില്ലെങ്കിലും കട കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നന്നായി തൊഴുതു. എനിക്ക് ആകെയുള്ള ടെൻഷൻ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡോഗ്സിനെ കയറ്റാൻ പറ്റും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ഡോഗ്സ് ഭയങ്കര പേടിയാട്ടോ. അങ്ങനെ ഞങ്ങൾ കാലും കൈയൊക്കെ കഴുകിയിട്ടാട്ടോ കയറിയിട്ടുള്ളത്. അങ്ങനെ നല്ല ഉപ്പ് രസമുള്ള വെള്ളമായിരുന്നു. കായൽ വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല ഉപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിന് ശേഷം ബോട്ട് യാത്രയൊക്കെ നടത്തി. ബോട്ട് യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ടിക്കറ്റിന് ഒരാൾക്കാകെ 50 രൂപയാട്ടോ അയച്ചുള്ളത്. ഭയങ്കര അഫോർഡബിൾ റേറ്റാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി. ചെറിയ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നല്ല കായലിൻ്റെ അതൊക്കെ ആസ്വദിച്ച് ഭയങ്കരമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നമ്മൾ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റും. അങ്ങനെ കുട്ടികളെ കലാപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് വൻപയറും ചായ കേട്ടോ.